ഹായ് ഗൈസ്, വെൽക്കം ബാക്ക് ടു അനദർ സ്റ്റഡി വ്ളോഗ്. സോ ഇപ്പോൾ കുറേ കാലത്തിന് ശേഷമാണല്ലോ ഞാൻ സ്റ്റഡി വ്ളോഗും കാര്യങ്ങളൊക്കെ ഇടുന്നത്. മെയിൻലി എന്താണെന്ന് വെച്ചാൽ ഞാനിപ്പോൾ വർക്ക് ചെയ്യുന്നതുകൊണ്ട് 9 to 6 ആണ് നമ്മുടെ വർക്കിംഗ് അവേഴ്സ്. സോ ഇത് കഴിഞ്ഞ് പിന്നെ പഠിക്കുക എന്നൊക്കെ പറഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടാണ്. ആക്ച്വലി ഞാൻ എൻ്റെ ഇൻട്രോ പറയാൻ വിട്ടുപോയി. സോ ഹായ് ഗൈസ്, ഐ എം സിദ്ധാർത്ഥ്. ഐ എം 21 years old, ACA ഫൈനലിസ്റ്റ്. ഇപ്പോൾ കറൻറ്റ്ലി എൻ്റെ ലാസ്റ്റ് പേപ്പർ ചെയ്യുന്നു. അലയൻസിലാണ്, ഓൺലൈനായിട്ടാണ് പഠിക്കുന്നത്. എന്നെ ഇൻസ്റ്റാഗ്രാമിൽ ഫോളോ ചെയ്യുന്നവരാണെങ്കിൽ അറിയാം, ഞാൻ കഴിഞ്ഞ ദിവസം പഠിക്കുന്ന ഒരു ഫോട്ടോ ഇട്ടിരുന്നു. ആ ടൈമിൽ എന്നെ പഠിപ്പിക്കുന്ന ഫാക്കൽറ്റി ഹബീബ് സാറാണ് പറഞ്ഞത്, എടാ നീ ഇവിടെ എത്തിയിട്ടേ ഉള്ളൂ, നമ്മളൊക്കെ 8-9 ചാപ്റ്റർ എത്തി, നീ ഇപ്പോഴും 2 നിൽക്കുന്നേ ഉള്ളൂ എന്ന്. അപ്പോഴാണ് ആക്ച്വലി എനിക്ക് കാര്യത്തിൻ്റെ ഗൗരവം മനസ്സിലായത്. സോ നമ്മളിങ്ങനെ ഇനി പോവുകയാണ്, ഡെയിലി 1 മണിക്കൂറൊക്കെ പഠിച്ച് പോവുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് സിലബസ് പോലും ടൈമിന് കവർ ചെയ്യാൻ പറ്റില്ല. സോ ഞാൻ എന്തായാലും ഇങ്ങനെ വർക്ക് ചെയ്തിട്ട് കാര്യമില്ലല്ലോ. കാരണം നമ്മൾ ഇൻ കേസ് എക്സാം ഫെയിൽ ആവുകയാണെങ്കിൽ ആ എക്സാം ഫീസും പോവും, നമ്മുടെ 3 മാസവും പോവും. സോ ആക്ച്വലി 3 മാസമല്ല, നമ്മുടെ 6 മാസത്തോളം പോകും. സോ എനിക്ക് അതിനേക്കാട്ടിലും ഒന്നുകൂടി ബെറ്റർ ആയിട്ട് തോന്നിയത് ജോബ് റിസൈൻ ചെയ്തിട്ട് സ്റ്റഡീസിൽ ഫോക്കസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. സോ ദാറ്റ്സ് വാട്ട് ഐ ഡിഡ്. ഞാൻ ജോബ് റിസൈൻ ചെയ്തു. ഇനിയിപ്പോൾ മൺഡേ തൊട്ടിട്ട് എനിക്ക് ഫുൾ ടൈം ഇരുന്ന് പഠിക്കാൻ പറ്റും. ഇന്നിപ്പോൾ ആക്ച്വലി ഒരു ഫ്രൈഡേ ആണ്. അപ്പോൾ ഇനി വീക്ക്ലി 2 സ്റ്റഡി വ്ളോഗ് വെച്ച് നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം, കാരണം അത്രയേറെ എനിക്ക് പഠിക്കാനുണ്ട്. സോ ഈ വ്ളോഗും കാര്യങ്ങളൊക്കെ എടുക്കുമ്പോൾ നമ്മൾ അത്രയും നേരം പഠിക്കാൻ ഇരിക്കും എന്നുള്ളതാണ് മെയിൻ ഇതിൽ എനിക്കുള്ളൊരു ബെനിഫിറ്റ് എന്ന് പറയുന്നത്. ജൂൺ സെഷനിലേക്കുള്ള നിങ്ങളുടെ പ്രിപ്പറേഷൻ എന്തായെന്ന് വെച്ചാൽ താഴെ ഒന്ന് കമൻറ്റ് ചെയ്യുക, കാരണം ഇത് കാണുമ്പോൾ ബാക്കിയുള്ളവർക്കും കൂടി ഒരു മോട്ടിവേഷൻ ആവട്ടെ. സോ കൂടുതൽ ടൈം വേസ്റ്റ് ചെയ്യുന്നില്ല, നമുക്ക് നേരെ പഠിക്കാനിരിക്കാം. ഇപ്പോൾ ACC എൻ്റെ ലാസ്റ്റ് പേപ്പറായി. എല്ലാ പേപ്പേഴ്സും ഫസ്റ്റ് അറ്റംപ്റ്റിൽ പാസ്സാവാൻ ഏറ്റവും കൂടുതൽ എന്നെ ഹെൽപ്പ് ചെയ്തത് അലയൻസ് തന്നെയാണ്. ഫാക്കൽറ്റീസ് ആയാലും മെൻറ്റേഴ്സ് ആയാലും ഒക്കെ നല്ല സപ്പോർട്ട് തന്നുണ്ട്. അതേപോലെ തന്നെ പലപ്പോഴും ക്വിറ്റ് ചെയ്ത് നിർത്തി പോകാമെന്ന് ഫീൽ ചെയ്ത ടൈമിൽ സൈക്കോളജി കൗൺസിലേഴ്സ് എന്നോട് നല്ലോണം ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. ACC കഴിയുമ്പോൾ ഏത് ഫീൽഡിലേക്ക് പോകണമെന്ന് എനിക്ക് നല്ല കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു. അലയൻസിലാണെങ്കിൽ 5ഓളം സ്റ്റുഡൻസ് ക്ലബ്ബ് ഉണ്ടായിരുന്നു, ഓഡിറ്റിംഗ്, ടാക്സേഷൻ, എൻ്റർപ്രീനർഷിപ്പ് ഒക്കെ. സോ നമ്മളതിൽ ഓരോ വർക്ക്സ് എല്ലാം ചെയ്യുമ്പോഴാണ് എൻ്റെ ഇൻട്രസ്റ്റ് ഓഡിറ്റിങ്ങിലേക്കാണെന്ന് എനിക്ക് മനസ്സിലായത്. ഇപ്പോൾ 2 ക്ലാസ് കണ്ടു കഴിഞ്ഞു, ഇനി എത്ര എണ്ണം കാണാനുള്ളത് ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം കേട്ടോ. ഇത് കണ്ടോ, ഞാനിപ്പോൾ ഇവിടെയാണ് നിൽക്കുന്നത്, ഇതിൽ തന്നെ ഇത്രയും ബാക്കിയുണ്ട്. ചാപ്റ്റർ 3 ആണ് എത്തിയത്. ഇനിയിപ്പോൾ ചാപ്റ്റർ 4 ഉണ്ട്, 5 ഉണ്ട്, 6 ഉണ്ട്, 7 ഉണ്ട്. അത് ഇതിൽ കുറേ ക്ലാസ്സസ് ഉണ്ട്. ഒരു ചാപ്റ്റർ എന്ന് പറഞ്ഞാൽ അതുകൊണ്ടോ ഇത്രയും ചാപ്റ്റർ ഉണ്ട്. പിന്നെ ചാപ്റ്റർ 5 ഇത്ര എണ്ണമുണ്ട്, കുറേ എണ്ണമുണ്ട്. അതേപോലെ തന്നെ 6 ഓ മൈ ഗോഡ്, 6 ഒക്കെ വലിയ ചാപ്റ്റർ. അതും 40 മിനിറ്റ് 30 മിനിറ്റ് ഒക്കെയാണ് ടൈം. ആ 0-0 ഉള്ളതെന്ന് വെച്ചാൽ 1 hourന് മുകളിലുള്ളതുകൊണ്ട് അത് ചിലപ്പോൾ ലൈവ് സെഷൻസ് ആയിരിക്കും. അതേപോലെ തന്നെ 7 ആണ് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഇവിടെ എത്താനുണ്ട്. ഞാൻ ആകെ ഇവിടെ എത്തിയിട്ടുള്ളൂ. അപ്പോൾ കുറച്ച് പണി കിടക്കുന്നുണ്ട്. ഈ ബാക്ക്ഗ്രൗണ്ടൊക്കെ എങ്ങനെയുണ്ട് ഈ പേപ്പറൊക്കെ വെച്ചിട്ട്? ഇതൊക്കെ എൻ്റെ ബ്രദർ ചെയ്തതാണ് കേട്ടോ. അപ്പോൾ ആൾ നാട്ടിലില്ല, അതുകൊണ്ട് ഞാൻ ഈ റൂം കയ്യേറ്റം ചെയ്തിരിക്കുകയാണ്. അപ്പോൾ യങ്ങർ സിബ്ലിങ്സ് ക്യാൻ റിലേറ്റ്. എഫം പൊതുവേ എല്ലാവരും കുറച്ച് AC പേപ്പറായിട്ടാണ് പറയാറ്, പക്ഷേ ഞാൻ കുറച്ച് ലേറ്റ് ആയിട്ട് ക്ലാസ്സിന് കയറിയുണ്ടാകുമെന്ന് തോന്നുന്നു. എനിക്ക് കുറച്ച് ടാസ്ക് ആയിരുന്നു ക്യാച്ചപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട്. എന്നാലും കുറച്ച് 2-3 ക്ലാസ്സൊക്കെ കണ്ടു കഴിഞ്ഞപ്പോൾ അതിങ്ങനെ ശരിയായി വരുന്നുണ്ട്. ഇപ്പോൾ തന്നെ ഹബീബ് സാറിൻ്റെ ക്ലാസ് അടിപൊളിയാണല്ലോ. ഞാൻ SBRും സാറിൻ്റെ ക്ലാസ്സിൽ തന്നെ ആയിരുന്നു കേട്ടോ. അപ്പോൾ എങ്ങനെ വെച്ചാൽ കോൺസെപ്ച്വലി നല്ല അടിപൊളിയാക്കിയിട്ടേ സാർ പോവുള്ളൂ. ഈ ഒരു ക്വസ്റ്റ്യൻ ചെയ്ത് കഴിഞ്ഞു. ഇനിയിപ്പോൾ എന്താണെന്ന് വെച്ചാൽ എനിക്ക് കുറേ ആൾക്കാർക്ക് മെസ്സേജിന് റിപ്ലൈ കൊടുക്കാനുണ്ട് കേട്ടോ. പണ്ടൊക്കെ എന്ന് വെച്ചാൽ യൂട്യൂബിൽ നിന്നൊക്കെ മെസ്സേജ് വരുമ്പോൾ എനിക്ക് അപ്പോൾ റിപ്ലൈ കൊടുക്കാൻ പറ്റാറുണ്ട്. പക്ഷേ ഇപ്പോഴത്തെ എൻ്റെ ജോബ് ഷെഡ്യൂളും കാര്യങ്ങളൊക്കെ കാരണം നൈറ്റ് വല്ലപ്പോഴും ടൈം കിട്ടുമ്പോൾ മാത്രമേ റിപ്ലൈ ഒക്കെ തരാൻ പറ്റാറുള്ളൂ കേട്ടോ. അപ്പോൾ നിങ്ങൾ കുറച്ചും കൂടിയൊക്കെ എൻ്റെ അവസ്ഥ മനസ്സിലാക്കുക, അല്ലാതെ വെറുതെ സ്പാം ചെയ്തുകൊണ്ട് ഇങ്ങനെ ഇരിക്കല്ലേ. ഫുൾ സ്റ്റോപ്പ് ഇട്ട് അങ്ങനെ കുറേ പേര് നല്ല വെറുപ്പിക്കുന്നുണ്ട്. പിന്നെ റിപ്ലൈ ഒന്നും കറക്റ്റ് പെട്ടെന്ന് കൊടുത്തിട്ടില്ലെങ്കിൽ തെറി വിളിക്കുന്ന ആൾക്കാരുണ്ട്. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കുക, നമുക്കും വേറെ ലൈഫുണ്ട്, നമുക്ക് വേറെ പരിപാടികളുണ്ട്. അപ്പോൾ അതിൽ നിങ്ങളെ ഹെൽപ്പ് ചെയ്യുക എന്നുള്ളൊരു ഉദ്ദേശത്തിലാണ് നമ്മൾ ഈ റിപ്ലൈയും കാര്യങ്ങളൊക്കെ നമ്പറൊക്കെ ഇങ്ങനെ പബ്ലിക്കായിട്ട് പ്രൊവൈഡ് ചെയ്യുന്നത്. സോ നിങ്ങളത് മാക്സിമം മിസ്യൂസ് ചെയ്യാതിരിക്കുക. അപ്പോൾ ഏതായാലും ഇപ്പോൾ സമയം ഒരു 9:05 ആയിട്ടുണ്ട്. നല്ല വിശപ്പുണ്ട്. അപ്പോൾ കുറച്ച് പേർക്ക് റിപ്ലൈ കൊടുത്തിട്ട് വേണം ഫുഡ് കഴിച്ചിട്ട് പിന്നെ വരാൻ. കുറേ പിള്ളേർ 10ാം ക്ലാസ് കഴിഞ്ഞ് ACC എടുക്കുന്ന കാര്യമൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾ ദയവ് ചെയ്ത് ഞാൻ ഈ മുകളിൽ ടാഗ് ചെയ്ത വീഡിയോ കാണാതെ ACC എടുക്കരുത് 10ാം ക്ലാസ് കഴിയുമ്പോൾ. അങ്ങനെ എടുക്കുന്ന ഒട്ടും വേർത്തല്ല. ഇനിയിപ്പോൾ ഫുഡ് കഴിച്ച് കഴിഞ്ഞാൽ ഇത്രയും ക്ലാസ്സസും കൂടിയാണ് കാണാനുള്ളത്. ഇതെല്ലാം കൂടി എനിക്ക് തോന്നുന്നു ഒരു 1.5 hours ഒക്കെ ഉണ്ടാവുക. അപ്പോൾ ഇത് ഇത്രയും എണ്ണം കൂടി തീർക്കുകയാണെങ്കിൽ ഈ ഒരു ചാപ്റ്റർ 3 കംപ്ലീറ്റ് ചെയ്യാം. ബാക്കി പിന്നെ നാളെ നോക്കാം. അപ്പോൾ ഏതായാലും കുറച്ച് റിപ്ലൈസും കൊടുത്തിട്ട് ഫുഡ് കഴിച്ചിട്ട് വരാം. അപ്പോൾ ഡിന്നർ നല്ല ചോറ്, ചമ്മന്തി, പയർ, അച്ചാർ, എഗ്ഗ്, പപ്പടം, പിന്നെ എന്തോ ഒരു കറിയും കൂടി. അടിപൊളിയായിരുന്നു. ഏതായാലും ഫുഡൊക്കെ കഴിച്ച് വന്നു. ഇപ്പോൾ സമയം 10 മണിയാണ്. എനിക്കാണെങ്കിൽ ഭയങ്കരമായിട്ട് ഉറക്കം വരുന്നു. പക്ഷേ ഇപ്പോൾ ഉറങ്ങിക്കഴിഞ്ഞാൽ നമ്മളാ വെച്ച ടാർഗറ്റ് നമുക്ക് മീറ്റ് ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ട് തൽക്കാലം ഞാൻ വിചാരിക്കുന്നു ഒന്ന് മുഖമൊക്കെ കഴിക്കുന്നു, ഫ്രഷായി വന്ന് കോഫി കുടിച്ചാൽ പിന്നെ എന്താ വെച്ചാൽ നമുക്ക് രാത്രി ഉറക്കം കിട്ടില്ല. സോ ഒരു 1 hour എങ്ങനെയും ഇരിക്കാം, ആ ക്ലാസ് ഫുള്ള് പെട്ടെന്ന് കണ്ടു തീർക്കാം. എന്നിട്ട് നാളെ എനിക്കൊന്ന് പാലക്കാട് പോകണം. സോ ഒരുപാട് ലേറ്റായിട്ട് ഇരിക്കാനും പറ്റില്ല.
അപ്പോൾ നമുക്ക് പെട്ടെന്ന് ഫ്രഷ് ആയിട്ട് ബാക്കി പഠിക്കാം. ഞാനിപ്പോൾ ഓരോ ജോബ്സിനൊക്കെ അപ്ലൈ ചെയ്തിട്ടുണ്ട് കേട്ടോ, അലയൻസ് ഇൻഡസ്ട്രി കണക്ട് വഴി. ഇതെന്താ സംഭവം വെച്ചാൽ നമുക്ക് ഓരോ കമ്പനീസ് പോയിട്ട് ഓഡിറ്റ് വർക്ക്സ് പോലെയെല്ലാം പാർട്ട് ടൈം ആയിട്ട് ചെയ്യാൻ പറ്റും. ആൻഡ് ഡെയിലി പേയ്മെൻറ്റ് കിട്ടുന്ന രീതിയിൽ ഒരു 500-600 റുപ്പീസൊക്കെയാണ് കിട്ടും. പിന്നെ ഇത് നമ്മൾ ക്യാഷിന് വേണ്ടിയിട്ടല്ല, നമുക്ക് ആ ഒരു എക്സ്പീരിയൻസ് കിട്ടും. എന്താണ് ഓഡിറ്റിങ്, എങ്ങനെയാണ് അക്കൗണ്ടിങ് കാര്യങ്ങളൊക്കെ. നമ്മളിതാകെ ബുക്കിലല്ല പഠിച്ചിട്ടുള്ളൂ. അപ്പോൾ അത് നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. ഞാൻ ഈ ക്വസ്റ്റ്യൻ ചെയ്തുകൊണ്ടിരുന്നപ്പോഴാണ് എൻ്റെ ഇടയ്ക്ക് ഈ ഫൈനൽ റിപ്പോർട്ട് കൊടുക്കുക എന്ന് പറഞ്ഞിട്ട് മെസ്സേജ് അയക്കുന്നത്. സമയം ഇപ്പോൾ 10:16 അതാണ് ഈ ജോബിൻ്റെ ഒക്കെ ഒരു പ്രശ്നം. നമുക്കെന്താ വെച്ചാൽ നമ്മുടെ വർക്കിംഗ് ഹവേഴ്സ് കഴിഞ്ഞാലും എന്തെങ്കിലുമൊക്കെ ആയിട്ട് ചെറിയ പണിയാണെങ്കിൽ പോലും ഇത് ചെയ്തുകൊണ്ടിരുന്നത് ഒന്ന് ബ്രേക്കായി. അപ്പം ഇനി മറ്റേ ചെയ്ത് കഴിഞ്ഞ് ഇതിലേക്ക് വരുമ്പോഴേക്കും ഇതിൻ്റെ നമുക്ക് ആ ഒരു മൊമെൻറ്റം നഷ്ടപ്പെടും. അപ്പോൾ ഏതായാലും ഇത് പെട്ടെന്ന് ചെയ്ത് കൊടുത്തിട്ട് നമുക്ക് ഈ ക്വസ്റ്റ്യൻ എങ്ങനെയും കംപ്ലീറ്റ് ചെയ്യണം. നിങ്ങളെന്തായാലും +2 ഡിഗ്രി ഒക്കെ കഴിഞ്ഞിട്ട് ACC തന്നെയാണ് എടുക്കുന്നതെന്ന് കൺഫേം ചെയ്തു. അപ്പോൾ ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ കാര്യമാണ് നോക്കുന്നതെന്നുണ്ടെങ്കിൽ നല്ലൊരു ഇൻസ്റ്റിറ്റ്യൂട്ട് എന്ന് പറഞ്ഞാൽ അവിടെ ഒരു പ്രോപ്പർ സിസ്റ്റം ഉണ്ടായിരിക്കണം. നമ്മളെ പഠിപ്പിക്കാനും നമ്മളെ റിവൈസ് ചെയ്യാനും നമ്മുടെ ഓവറോൾ കാര്യങ്ങൾ നോക്കി നമ്മൾ എക്സാമിന് എപ്പോഴും നന്നായിട്ട് അച്ചീവ് ചെയ്യിപ്പിക്കാനും അതേപോലെ തന്നെ നമ്മളെ പ്രൊഫഷണലി ഒന്നും കൂടി ബിൽഡപ്പ് ചെയ്യാനൊക്കെ ഹെൽപ്പ് ചെയ്യുന്ന ടൈപ്പ് ഒരു ഇൻസ്റ്റിറ്റ്യൂട്ട് ആയിരിക്കണം. അല്ലാതെ ജസ്റ്റ് സിലബസിലുള്ള കാര്യങ്ങൾ മാത്രം പഠിപ്പിക്കുക, വേറെ ഒരു തരത്തിലുള്ള ആക്ടിവിറ്റീസും കാര്യങ്ങളൊന്നും ഇല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ ഡ്രോപ്പ് ഔട്ട് ചെയ്യാനുള്ള ചാൻസ് വളരെ വളരെ കൂടുതലാണ്. പിന്നെ എപ്പോഴും നിങ്ങൾ ഓഫ്ലൈൻ പോകാൻ എന്തെങ്കിലും മാർഗ്ഗം ഉണ്ടെങ്കിൽ ഓഫ്ലൈൻ തന്നെ പോവുക. പ്രത്യേകിച്ച് നിങ്ങൾ +2 ഒക്കെ കഴിഞ്ഞിട്ടാണെന്നുണ്ടെങ്കിൽ ഓൺലൈൻ എടുത്താൽ ശരിക്കും വെറുത്തു പോകും. കാരണം 2.5-3 വർഷം വീട്ടിലിരിക്കാന്ന് പറഞ്ഞാൽ അത്ര സുഖമുള്ള പരിപാടിയൊന്നുമല്ല, പെട്ടെന്ന് മടുക്കും. പിന്നെ എന്താ വെച്ചാൽ ഇറ്റ്സ് ഓൾ അബൌട്ട് യുവർ മൈൻഡ് സെറ്റ്. ലൈക്ക് ഞാനിപ്പോൾ ഓൺലൈൻ ആണെന്നുണ്ടെങ്കിൽ വർക്കും കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് അതേപോലെ തന്നെ പാർട്ട് ടൈം ആയിട്ട് വർക്കൊക്കെ ചെയ്ത് വീട്ടിലുള്ള കാര്യങ്ങളൊക്കെ നോക്കി അങ്ങനെ പോകാനാണെന്നുണ്ടെങ്കിൽ ഓൺലൈൻ ബെസ്റ്റാണ്. കാരണം നമുക്ക് അധികം ടൈം വേസ്റ്റ് ആവില്ല. ഇപ്പോൾ റെക്കോർഡിങ്സ് ആണെങ്കിലും ലൈവ് ആണെങ്കിലും ഒക്കെ നമുക്ക് പെട്ടെന്ന് സ്കിപ്പ് ചെയ്ത് അടിച്ച് നമുക്ക് വേണ്ട ഭാഗങ്ങൾ കണ്ടിങ്ങനെ പോയാൽ മതി. അതുകൊണ്ട് തന്നെ ഉഴപ്പാനുള്ള ചാൻസ് വളരെ വളരെ കൂടുതലാണ്. ലൈക്ക് ഞാനിപ്പോൾ ഒരു 1 മന്തിൻ്റെ ക്ലാസ്സാണ് ഇനി ഒരുമിച്ചിരുന്ന് കാണാൻ പോണേ. ഇത്രയും കാലം ഉണ്ടായിട്ട് എനിക്ക് കാണാൻ പറ്റിയിട്ടില്ല. സോ ആ ഒരു ട്രാപ്പിൽ നിങ്ങൾ പെടുകയാണെങ്കിൽ ഒരു പക്ഷേ നിങ്ങൾക്ക് റിക്കവർ ചെയ്യാൻ പറ്റിക്കോണമെന്നില്ല. ഞാനിതിപ്പോൾ എൻ്റെ 12 പേപ്പറോളം ചെയ്തതാണല്ലോ. അതുകൊണ്ട് എനിക്ക് വലിയ പ്രശ്നം ഉണ്ടാവില്ല എന്ന് പ്രതീക്ഷിക്കുന്നു. ബാക്കി ഇനി എക്സാം എഴുതി കഴിഞ്ഞാലല്ലേ നമുക്ക് പറയാൻ പറ്റുള്ളൂ. സോ നിങ്ങൾക്ക് ACCനെ പറ്റിയോ അല്ലെങ്കിൽ ഇൻസ്റ്റിറ്റ്യൂട്ടിനെ പറ്റിയോ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ഞാൻ എൻ്റെ നമ്പറോടെ കൊടുക്കുന്നുണ്ട്. ഫീൽ ഫ്രീ ടു റീച്ച് ഔട്ട് ടു മീ. ഞാൻ പറ്റുന്ന പോലെയൊക്കെ നിങ്ങൾക്ക് എന്തായാലും ഹെൽപ്പ് ചെയ്ത് തരാം. ഈ ഒരു വീഡിയോ കൂടി കണ്ടു കഴിഞ്ഞു. ഇനി നമുക്ക് ടോട്ടൽ 3 എണ്ണം കൂടി കാണാനുള്ളൂ. ടൈം ഇപ്പോൾ 11:30. അപ്പോൾ ഞാൻ ആലോചിച്ചത് നാളെ രാവിലെ ഇനി പോയാൽ പിന്നെ 2-3 ദിവസം കഴിഞ്ഞിട്ട് ഞാൻ വരുള്ളൂ. സോ വീഡിയോസ് ആണെങ്കിൽ കുറച്ചെണ്ണം ഷൂട്ട് ചെയ്യാൻ പെൻഡിങ് ഉണ്ടായിരുന്നു. അപ്പോൾ അത് അങ്ങോട്ട് ഷൂട്ട് ചെയ്തിട്ട് പോവുകയാണെങ്കിൽ അവിടെ പോയിട്ട് എഡിറ്റിങ് ചെയ്യാമല്ലോ. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇന്നിപ്പോൾ വീഡിയോ ഷൂട്ട് ചെയ്യാം. ഞാനിവിടെ കൊടുക്കാം ഞാനിപ്പോൾ ഷൂട്ട് ചെയ്ത വീഡിയോ. അപ്പോൾ ആ വീഡിയോ ഷൂട്ട് ചെയ്തിട്ട് എന്തായാലും ഇനിയിപ്പോൾ കയറി കിടന്ന് ഉറങ്ങാം. കാരണം രാവിലെ പോകാനുള്ളതല്ലോ. ഒരുപാട് ലേറ്റ് ആയിട്ടുണ്ടെങ്കിലും ബുദ്ധിമുട്ടാവും. രാവിലെ ഡ്രൈവ് ചെയ്യാനുള്ളതാണ്. അപ്പോൾ അത്രയുള്ള ദിവസത്തെ സ്റ്റഡി വ്ലോഗ്. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ എന്തായാലും വീഡിയോ ലൈക്ക് ചെയ്യുക. ഒപ്പം എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഞാൻ മെയിനായിട്ട് ഇതേപോലെ എഡ്യൂക്കേഷണൽ വീഡിയോസും വ്ലോഗുകളൊക്കെയാണ് ചെയ്യാറ്. അപ്പോൾ അത്രയുള്ള ദിവസത്തെ വീഡിയോ. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.